പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കേട്ട ചില വാർത്തകൾ ലോകം മുഴുവനും മനസാക്ഷിയുള്ളവർക്ക് ഞടുക്കമുണ്ടാക്കുന്ന വാർത്തകളാണ്. ഒരു കുഞ്ഞു കുരുന്നിനെ അതിൻ്റെ അമ്മയും കൂടെ കൊന്ന് അതിൻ്റെ ശവപ്പെട്ടി അടക്കം ഇസ്രായേലിന് കൈമാറിയത് വളരെ വേദനാജനകമായി ലോകം മുഴുവൻ കാണുന്നു, കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെയൊക്കെ പരിണിത ഫലം ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാളെ തൃശ്ശൂർ നോർബട്ടം ഫാദേഴ്സ് ആശ്രമത്തിൻ്റെ കല്ലംകുളം ധ്യാന സെൻറ്ററിൽ ധ്യാനം നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി വരുന്ന ഒരു മാസം ഒരു ധ്യാനം നടക്കുവാനുള്ള പശ്ചാത്തലം ഭൂമിയിലുണ്ടോ എന്നുള്ളതിനെപ്പറ്റി നമ്മൾ പഠിക്കണം. നമ്മൾ ആത്മീയമായിട്ട് ഇതിനെപ്പറ്റി പഠിക്കണം. പ്രിയ സഹോദരങ്ങളെ, ലോകത്തുണ്ടാകുന്ന ഇനിയുള്ള ഏത് ചലനവും, പ്രത്യേകിച്ചും ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തു വരുന്ന കാലഘട്ടത്തിൽ, ജനത്തിനെതിരായും രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഇനി വൈദികരൊക്കെ കുർബാന എഴുമ്പം ഇനി ഒരു കുർബാന അർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ ആ രീതിയിലുള്ള ഒരു ജീവിതത്തെ ഇനി മുന്നേ കാണണം. അത്രമാത്രം ഭയാനകവും അത്രമാത്രം ഭീവത്സവും അത്രമാത്രം മനസാക്ഷി ഇല്ലാത്തതുമായ ക്രൂരത നിറഞ്ഞ പ്രവൃത്തികൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ വിങ്ങിപ്പൊട്ടലുകളാണ് ഇനി കാണാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ ഒരുപാട് വേനലുകൾ കടന്നു പോകുന്ന സമയത്ത് നമുക്കൊരു ധ്യാനത്തിലൂടെ വന്ന് നമുക്കൊന്നൊരുങ്ങാൻ, എൻ്റെ ആത്മാവിനെ ഒന്ന് വിശദീകരിച്ചെടുക്കാൻ, എൻ്റെ ആത്മാവിനെ ഒന്ന് സൂക്ഷ്മമായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ, എൻ്റെ കണ്ണും കയ്യും കാലും കാതും എൻ്റെ ഇന്ദ്രിയങ്ങളെ ഒന്ന് വിശുദ്ധീകരിച്ചെടുക്കുവാൻ, യേശുവിൻ്റെ വരവിനായിട്ട് ഒരു കാലഘട്ടത്തിൽ എൻ്റെ കർത്താവിൻ്റെ കൂടെ പോകാനുള്ള ഒരു ഒരുക്കം, നാളെ നമുക്കൊരു തയ്യാറെടുപ്പിന് അവസരം കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യുമെന്ന ചിന്തയോടെ നാളെ ധ്യാന സെൻ്ററിലേക്ക് കടന്നു വരണം. ലോകമുള്ള എല്ലാ ധ്യാന സെൻ്ററിലേക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓടിക്കൂടണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ധ്യാനം കൂടി വിശുദ്ധി പ്രാപിച്ച് ഒരുങ്ങിയിരുന്നു. കർത്താവ് വാതിൽക്കലെത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത്. കാരണം അത്രമാത്രം വേദനാജനകമായ വാർത്തകളിൽ കൂടെ ലോകം കടന്നു പോവാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ആറാമത്തെ മുദ്രയെപ്പറ്റി ഞാൻ ക്ലാസ് ഇട്ടായിരുന്നു. ആറാമത്തെ ക്ലാസ് കുറച്ച് റെക്കോർഡ് ചെയ്തപ്പോൾ അത് മിസ്റ്റേക്കായി പോയത് അതിൻ്റെ പ്രശ്നമുണ്ടായിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് അതിൻ്റെ ആ മുദ്രയ്ക്കകത്ത് പറയുന്നത് എന്താണ്, ആറാമത്തെ മുദ്ര തുറന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ആറാം മുദ്ര തുറന്നപ്പോൾ അവിടെ സംഭവിക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ചായിരുന്നു നമ്മുടെ ക്ലാസ് ഇട്ടത്. മുദ്ര തുറന്നപ്പോൾ ഞാൻ നോക്കി, വലിയൊരു ഭൂമുണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ ആകെ രക്തം പോലെയായി, കൊടുങ്കാറ്റിൽ ആടിയുലന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായകൾ പൊഴിയുന്നത് പോലെ ആകാശത്തുനിന്ന് ഭൂമിയിൽ നക്ഷത്രങ്ങൾ പതിച്ചു. ആകാശം തെറുത്തുമാറ്റി ചുരുൾ പോലെ അപ്രത്യക്ഷമായി, എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ഏതാനും 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഒരു വാർത്ത ലോകം കേൾക്കുണ്ടായി. അതാണ് ഹൈപ്പർസോണിക് മിസൈൽ, ഏറ്റവും അത്യന്താധുനികമായ ഒരു മിസൈൽ കൂടെ അമേരിക്ക പരീക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ പുതിയ വെർഷനുകൾ റഷ്യ പരീക്ഷിക്കുന്നു. അതിൻ്റെ പുതിയ വെർഷനുകൾ ഇന്ത്യയും ചൈനയും പരീക്ഷിക്കുന്നു. അങ്ങനെ ഇതെല്ലാം എന്താണ്, എന്തിനു വേണ്ടിയാണ്? പ്രിയപ്പെട്ടവരെ, ആകാശം തെറുത്തു മാറ്റി ചുരുൾ പോലെ അപ്രത്യക്ഷമാകണമെന്നുണ്ടെങ്കിൽ അത് ബഹിരാകാശത്താണല്ലോ സ്ഫോടനം നടക്കണം, ശൂന്യാകാശത്ത് ആഘോഷപ്പെടണം. അപ്പോൾ അവിടെ വരെ ഈ സാധനം എത്തണം. അത് അവിടെ വെച്ച് പൊട്ടാനുള്ള സംവിധാനം ഭൂമിയിൽ നിന്ന് കൊടുത്തു വിടണം. പ്രിയപ്പെട്ടവരെ, ഈ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ആകാശം അപ്രത്യക്ഷമാകാൻ തക്കവിധം അവിടെ സ്ഫോടനം നടക്കുമ്പോൾ അതിൻ്റെ റേഡിയേഷൻ ഏറ്റവും ഭൂമിയിലിരിക്കുന്ന ബാക്കിയുള്ള ആണവായുധങ്ങൾ പൊട്ടും. അതുകൊണ്ടാണ് അത് സെഫാനിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, സകല ഭൂവാസികളെയും ഒരുമിച്ച് ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്ന വചനം എഴുതി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ പച്ച സത്യമാണ്, യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ ഇനി വൈകരുത്. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറ്റൊരു കാര്യം ചിന്തിക്കണം. ഇതൊക്കെ 2000 വർഷങ്ങൾക്കും എഴുതി വെച്ച വചനങ്ങളല്ലേ. ഇതൊക്കെ ഇനിയും 2000 വർഷങ്ങളിൽ ലോകത്ത് മുന്നോട്ട് കിടക്കാനുണ്ട്. ഇതൊന്നും നാളെ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ആരോ ഒരു ഭാവനയെ തോന്നി എഴുതി വെച്ച കാര്യങ്ങളാണ്. ഒരു കാഴ്ചപ്പാട് ചിലർക്കൊക്കെ ധാരാളം ആൾക്കാർ അങ്ങനെ വെച്ച് പുലർത്തുന്നവരുണ്ട്. സ്വർഗമെന്നൊന്നില്ല, നരകമെന്നൊന്നില്ല, യേശുവിൻ്റെ 2ാം വരവില്ല, ഇതൊക്കെ ചില കാര്യങ്ങളുള്ളത് ആ രീതിയിൽ ചിന്തിക്കുന്നവരും ധാരാളമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ പച്ച സന്ദേശം, സൈക്കോളജി, ശാസ്ത്രം പറയുകയാണ് ഇത് ബഹിരാകാശത്ത് പൊട്ടുമെന്നും അതിൻ്റെ ഉപകരണങ്ങൾ ലോകത്ത് സംഭവിക്കുമ്പോൾ അതിന് സൂര്യനും ചന്ദ്രനും അപ്രത്യക്ഷമാകുമെന്നും അതിൻ്റെ ബാക്കി എഴുതിയിരിക്കുന്നത്, പർവ്വതങ്ങളും ദ്വീപുകളും അവരുടെ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടു എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ദ്വീപുകൾ അതിൻ്റെ സ്ഥാനത്ത് മാറ്റപ്പെടുന്നത്? നമുക്കറിയാം, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ആണവ മുങ്ങിക്കപ്പലുകളുണ്ട്. ആണവ മുങ്ങിക്കപ്പൽ നിറച്ചും ആണവായുധങ്ങളാണ്. അത് ബഹിരാകാശത്തേക്കും രാജ്യങ്ങളിലേക്കും ദൂരത്ത് വിടാൻ വേണ്ടി. എന്നാൽ ആണവ സ്ഫോടനങ്ങൾ ബഹിരാകാശത്ത് നടക്കുമ്പോൾ ഭൂമിയിലിരിക്കുന്ന ആണവ ആയുധങ്ങൾ, പ്രത്യേകിച്ചും കടലടിയിലിരിക്കുന്നതൊക്കെ അതിൻ്റെ റേഡിയേഷൻ ഏറ്റിട്ട് പൊട്ടും. അങ്ങനെ പൊട്ടുമ്പോൾ വലിയ ഭൂമിക്കടിയിലെ
ഭൂകമ്പം പോലെ തന്നെ, സുനാമി പോലെ തന്നെ അതിനേക്കാൾ ഭയങ്കരമായ ആണവ സ്ഫോടനം കടലിനടിയിൽ നടക്കുമ്പോൾ ഭൂമിയിൽ കരഭാഗത്തേക്ക് കരയടച്ചു കയറുന്നു. അത് മത്തായിയുടെ സുവിശേഷം പറയുന്ന കടലിൻ്റെ ഇരമ്പൽ ജനപദങ്ങളെ സംഭ്രമത്തിലുളവാക്കുന്നു. അത് കാണുന്നവർ അസ്തപ്രജ്ഞനാകുന്നു. അത് ബോധം കെട്ട് ആ മനുഷ്യൻ അവിടെ വീണ് മരിച്ചു പോകുന്നതാണ് അതിനർത്ഥം. പ്രിയപ്പെട്ട, ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്, സത്യങ്ങളാണ്. ഇനിയൊരു 10,000 വർഷം കഴിഞ്ഞിട്ടല്ലേ സംഭവിക്കേണ്ടത്. ഇത് നമ്മുടെ വാതിൽക്കൽ എത്തിയെന്ന് മനസ്സിലാക്കാൻ നമുക്കിനിയെങ്കിലും നമ്മുടെ ബുദ്ധിയും ബോധമുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതെല്ലാം അങ്ങ് എത്തിക്കഴിഞ്ഞു. ചുരുങ്ങിയ കാലമേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കാൻ. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളാണ് ലോകത്തിലെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. ശാസ്ത്രീയ വാർത്തകൾ, ശാസ്ത്രീയ ഉപകരണങ്ങളുടെ വാർത്തകൾ, ജനജനത്തിനെതിരായി തിരിയുന്ന വാർത്തകൾ, കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും, ഒരു കുഞ്ഞു ശിശുവിൻ്റെ മേലെ പോലും മനസാക്ഷി കാണിക്കാൻ പറ്റാത്ത മാത്രം ക്രൂരതകൾ, ഇതെല്ലാം ലോകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് അടുത്തിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ധ്യാന സെൻ്ററിലേക്ക് ഓടണം. പ്രിയപ്പെട്ടവരെ, ഇനിയൊരു ധ്യാനം വരുന്ന മാസം കൂടാം, 2 മാസം കഴിയുമ്പോൾ കൂടാം, കുട്ടികളുടെ സ്കൂൾ അടച്ചിട്ട് കൂടാം, അല്ലെങ്കിൽ ധ്യാനങ്ങൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഇല്ല, അങ്ങനെ ഒരു ചിന്തയ്ക്ക് ആവശ്യമില്ല. കാരണം നാളെ ഇതെല്ലാം ബ്ലോക്ക് ആകാൻ തക്കവിധം ലോകത്തിൽ വലിയ സ്ഫോടനങ്ങളോ വലിയ പ്രശ്നങ്ങളോ സംഭവിക്കാൻ എല്ലാ സാധ്യതകളും ഒരുക്കപ്പെട്ട കാലഘട്ടത്തിലൂടെ ലോകം കടന്നുപോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെയും വലിയ സംഭവം നടക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴുള്ള മാർപ്പാപ്പ മാറി പുതിയ മാർപ്പാപ്പ വന്നാൽ എന്ത് സംഭവിക്കുന്നതിനെ പറ്റിയും നമുക്കൊരു കാഴ്ചപ്പാട് വേണം. ഇപ്പോൾ തന്നെ സഭയിലും കുർബാനയിലും വിശ്വാസ പ്രമാണങ്ങളിലും സഭയുടെ ചില സംവിധാനങ്ങളിലൊക്കെ വലിയ വലിയ മാറ്റങ്ങളും വലിയ വലിയ തിരുത്തലുകളൊക്കെ സംഭവിക്കുമ്പോൾ ഇനി വരുന്ന മാർപ്പാപ്പ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതും കൂടെ നമ്മൾ ബുദ്ധിയിൽ കണ്ടുവെക്കണം. അതൊക്കെ ഇന്നല്ല നാളെ ഭവിഷ്യത്തുകളായിട്ട് വന്നാൽ ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെ പിടിച്ചിരിക്കും? ക്രിസ്ത്യാനികൾ എങ്ങനെ പിടിച്ചിരിക്കും? കൗദാശിക തലങ്ങളിലെ ആഴങ്ങൾ, വിശുദ്ധിയുടെ തലങ്ങളിലേക്കുള്ള പോക്ക്, ധ്യാനസനകളിൽ നിന്ന് പോയാലത്തെ അവസ്ഥ, ധാരാളം ചിന്തകൾ നമ്മുടെ മനസ്സിൽ വേണം. അതിനാൽ കിട്ടുന്ന അവസരം നാളെയെങ്കിൽ നാളെ നൂറുകണക്കിന് ആളുകൾ ദേവാലയങ്ങളിൽ ധ്യാന സെൻ്ററുകളിലേക്ക് ഓടി വരികയും പരിശുദ്ധ കുർബാനയും കുംഭസാരവും ധ്യാനവും കേട്ട് എൻ്റെ ആത്മാവിനെ, എൻ്റെ ശരീരത്തെ വിശുദ്ധീകരിച്ച് ഒരുങ്ങിയിരുന്നോ പ്രിയപ്പെട്ടവരെ. ഇതാ ഇങ്ങനെത്തിയ എല്ലാ കാര്യങ്ങളും. അതിനാൽ കർത്താവ് പറഞ്ഞ വചനങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ട ആവശ്യം നമുക്കുണ്ട്. കർത്താവ് തന്നിരിക്കുന്ന വചനത്തിന് ജ്ഞാനമനുസരിച്ച് നാം ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. അല്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരുക്കം സാധ്യമല്ല. പെട്ടെന്നൊരു തയ്യാറെടുപ്പിന് നമ്മളെ ഒരുക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. പെട്ടെന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം വലിയ പ്രതിസന്ധികൾ വരും. കൊറോണയേക്കാൾ ഭയാനകമായ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ പല രീതിയിൽ വരും. അതിനാൽ കിട്ടുന്ന അവസരത്തെ ഉപയോഗിച്ച് അതിശക്തമായി ക്രിസ്തുവിന് കൂടെ ആയിരിക്കാനുള്ള അവസരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അതിനുള്ള പ്രയത്നങ്ങൾ നാളെ കല്ലംകുളത്ത് നടക്കുന്ന ധ്യാനങ്ങളെ ആ രീതിയിൽ കണ്ടുകൊണ്ട് ധാരാളം ആളുകൾ അങ്ങോട്ട് വരിക. മറ്റു ധ്യാന സെൻ്ററിലേക്കും ധാരാളം ആളുകൾ പോട്ടെ. കല്ലംകുളത്ത് നടക്കുന്ന ധ്യാനത്തിൻ്റെ 21, 22, 23 തീയതികൾ, അതിൽ വെള്ളിയാഴ്ച ദിവസം നാളെ 4 മണിയാകുമ്പോഴത്തേനും കഴിയുന്നത്ര ആളുകൾ അവിടെ എത്തിച്ചേരട്ടെ. ദൈവത്തിൻ്റെ മഹത്വം അവിടെ ദർശിച്ച് തിരിച്ചു പോകാനും കർത്താവിൻ്റെ വരനായിട്ട് ഒരുങ്ങി കാത്തിരിക്കാനും നമ്മെ ഓരോരുത്തരും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.